മോർണിംഗ് ടു ഓൾ. ഇന്ന് ലോക ക്യാൻസർ ദിനം. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ക്യാൻസർ ദിനത്തിന്റെ ആശയം. എന്റെ പേര് ജിൻസി ബെഞ്ചമിൻ. ഞാൻ NTMM സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എന്താണ് ക്യാൻസർ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശരീരത്തിലെ അസാധാരണ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസർ. ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. ഇന്ന് ഞാൻ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗത്തെക്കുറിച്ച് ചില വാക്കുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ക്യാൻസർ മാരകവും ജീവൻ അപകടപ്പെടുത്തുന്നതുമായ ഒരു രോഗമാണ്. വേദനാജനകമായ ഈ രോഗം മൂലം നിരവധി ആളുകൾ മരിക്കുകയും പലരും അതിന്റെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ ഈ രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ലോക ക്യാൻസർ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ക്യാൻസറിന് മാത്രമായി ഒരു കാരണമില്ല, മറിച്ച് അനേക ഘടകങ്ങളുടെ ഒരുമിച്ചുള്ള ഇടപെടലാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ജനിതകം, UV റേഡിയേഷനുകൾ, ആരോഗ്യശീലങ്ങൾ തുടങ്ങി ഒത്തിരി ഘടകങ്ങൾ ക്യാൻസർ രോഗത്തിലേക്ക് നയിച്ചേക്കാം. പുകയില ഉപയോഗം ക്യാൻസറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകട ഘടകമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ക്യാൻസർ മാറാരോഗവും ഇതുമൂലം ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്ക് ക്യാൻസറിനുള്ള ചികിത്സാ രീതികൾ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, കീമോതെറാപ്പി ക്യാൻസർ ചികിത്സയുടെ വേദനാജനകമായ ഒരു പ്രക്രിയയാണ്. വായ, തൊണ്ട, ശ്വാസകോശ അർബുദം എന്നിവ തുടങ്ങിയതിനുള്ള ഏറ്റവും നല്ല മാർഗവും മദ്യവും പുകവലിയും ഒഴിവാക്കുക എന്നതാണ്. ക്യാൻസർ രോഗികളെ ചിലപ്പോഴൊക്കെ സ്നേഹിച്ച് അവഗണിക്കുന്നു. അത് നല്ല രീതിയല്ല. വേദനിക്കുന്ന വ്യക്തിക്ക് ഈ രോഗത്തിൽ നിന്ന് കരകയറുവാൻ മറ്റുള്ളവരുടെ പരിചരണം ആവശ്യമാണ്. ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള അവബോധം വളർത്തുന്നതിനായുള്ള പരിപാടികളാണ് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുക. ഇതാണ് ഈ ദിനാചരണത്തിന്റെ സന്ദേശം. ശീലങ്ങൾ മാറ്റാം. പുകയില, മദ്യപാനം ഉപേക്ഷിക്കാം. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ശീലമാക്കാം. വ്യായാമങ്ങൾ ശീലമാക്കാം. എല്ലാവർക്കും ആരോഗ്യമുള്ള ജീവിതം ആശംസിക്കുന്നു. നന്ദി.